നമ്മളിപ്പം ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് സ്പോട്ട് ആയിട്ടുള്ള ഫോറിലാണ് ഇപ്പൊ തെരച്ചിൽ നടത്തുന്നത്. അവിടെയാണ് ട്രക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. തീർച്ചയായും ഒരു കാര്യം പ്രധാനമായി പറയേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ പിന്നെ പ്രാദേശികമായിട്ടുള്ള ഈ മുങ്ങൽ വിദഗ്ധരുടെ ഒരു കഴിവെന്ന് പറയുന്നത് പലപ്പോഴും പല കാര്യങ്ങളിലും നമുക്ക് ഗുണകരമായി വന്നിട്ടുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ജലാശയങ്ങളെ കുറിച്ചും അടിയൊഴുക്കിനെ കുറിച്ചും ഒക്കെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഭൂമിഘടനയായിട്ട് തന്നെ അവർക്ക് അറിയാൻ സാധിക്കും. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ നേവി എന്ന് പറഞ്ഞ ഡൈവർമാര് അല്ലെങ്കിൽ സ്കൂബ ടീം എന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ്. പക്ഷെ അവിടെ പ്രാദേശികമായി ഒരു എത്തുന്ന ഒരാൾക്ക് തീർച്ചയായും അവർക്ക് ഈ പറയുന്ന പോലെ ഈ എക്യുപ്മെന്റ്സ് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പലപ്പോഴും മൂന്നാമതും നാലാമതും ഡൈവ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഇതിനകത്തൂടെ പറയുന്നത് കേൾക്കാൻ പറ്റും. പക്ഷെ ഒരു ഡൈവർ വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഫുൾ സെറ്റ്, അതായത് സിലിണ്ടർ, അതായത് സ്കൂബ ടീമിന്റെ സ്കൂബ സെറ്റ് മൊത്തം ധരിച്ചുകൊണ്ടായിരിക്കും വെള്ളത്തിനടിയിൽ പോകേണ്ടത്. ഇതിനിടയ്ക്ക് അദ്ദേഹം ആ ഡൈവർ പോയി അദ്ദേഹത്തിന്റെ റോപ്പ് അഴിഞ്ഞു പോയതാണോ പൊട്ടിപ്പോയതാണെന്ന് അറിയാം. പിന്നെ ചില സിറ്റുവേഷനിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, നല്ല കറണ്ട് ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ അത് റോപ്പ് കൊത്തിവിട്ടിട്ട് പോകാനും ഉള്ള സംവിധാനം നമ്മുടെ കയ്യിൽ എല്ലാ ഫെസിലിറ്റീസുമായിട്ടാണ് പോകുന്നത്. അത് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയുന്നില്ല. കാര്യം 100 മീറ്ററോളം ആ റോപ്പ് കട്ടായ സമയം തൊട്ട് ഏകദേശം ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡിനകത്ത് വെച്ച് തന്നെ, ഇല്ലെങ്കിൽ ഒരു മിനിറ്റിനകത്ത് വെച്ച് തന്നെ 100 മീറ്ററിന് അപ്പുറത്ത് തന്നെ അത്രത്തോളം ഒഴുകിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് നേവിയുടെ ഒരു സംഭവം, ഒരു സിസ്റ്റം എന്ന് പറയുന്നത് 2 മുതൽ 3 വരെയുള്ള നോട്ടിക്കൽ മൈൽ സ്പീഡിൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ അവർ അതിന് മുകളിലോട്ടുള്ളതിനകത്ത് റിസ്ക് എടുക്കത്തില്ല. കാര്യം വെച്ചാൽ നേവിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡൈവറിനെ ഒന്ന് ഫോം ചെയ്തെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഡൈവർ ഒരു റെസ്ക്യൂ ടീമിനെ അല്ലെങ്കിൽ റെസ്ക്യൂ ഡൈവറാക്കി എടുക്കുന്നതിന് വർഷങ്ങളുടെ ഒരു എന്താ പറയുക ട്രെയിനിങ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. സോ ഇത്തരം ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, നമ്മൾ ഒരുപാട് വൈകി പോയെന്നാണ് പറയുന്നത്. കാര്യം പലപ്പോഴും നമ്മുടെ പ്രകൃതി നമുക്ക് വെല്ലുവിളികളായിട്ട് പല പല ഘട്ടങ്ങളിലായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്വാഭാവികമായും നമ്മളിപ്പോ ഈ പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ട് ഈ പറയുന്ന പ്രാദേശികമായിട്ടുള്ള റെസ്ക്യൂ ടീം അവിടെ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നേവിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നല്ല. കാര്യം പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ സിസ്റ്റത്തിനകത്ത് കീഴിൽ നിന്നും കൊണ്ട് മാത്രമായിരിക്കും ഈ നേവിയും എയർഫോഴ്സും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരാകുമ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ വൈകാരികമായി അവർക്ക് ഇറങ്ങിയില്ലെങ്കിൽ ആ രക്ഷാപ്രവർത്തനത്തിലൊക്കെ ഏർപ്പെടാൻ സാധിക്കും. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഇറങ്ങി ചെയ്യാൻ. പക്ഷെ എല്ലാ സാധ്യതയും നമുക്ക് നോക്കണം. കാര്യം നമുക്കിപ്പോ ഈ പറയുന്ന പോലെ നേവി ഇറങ്ങിയില്ലെന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് മറ്റേ ഈ ഉദ്യമം മാറ്റിവെക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു ടീം മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും അവരുടെ സഹായം കൂടെ തേടുക എന്നുള്ളത് തീർച്ചയായിട്ടും ആ രീതിയിൽ നിന്നുകൊണ്ടാണ് ഓരോ സംവിധാനങ്ങളും അവിടെ പ്രവർത്തിക്കുന്നത്. നേവിയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ആ ഒരു അളവ് അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ട്. ഇപ്പോൾ ഈശ്വർ മാൽപേ സംഘത്തിന് പോലും അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാനും അവരുണ്ട് എന്നുള്ളതാണ്. പല ഘടകങ്ങൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞു. പക്ഷേ ഈ ഘടകങ്ങളെല്ലാം തന്നെ ഗംഗാവലി പുഴ ഒരുക്കി കൊടുക്കണം എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഇവിടെ ഇപ്പോൾ 3 തവണ ഇപ്പോൾ പോയി, അതിന്റെ സാധ്യതകളൊക്കെ താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4ാമതും ഡൈവ് ചെയ്യാനായിട്ട് ഇറങ്ങുകയാണ്. എത്ര നമ്മൾ മുന്നിലേക്ക് പറഞ്ഞാലും ഈ ട്രക്ക് കണ്ടെത്തണം, അതിൽ നിന്ന് അർജുനെ കണ്ടെത്തണം എന്നുള്ളതാണ്. ഈ ഒഴുക്കിനിടയിൽ പോലും അവരിങ്ങനെ താഴേക്ക് പോകുമ്പോഴും ഈ ലോറിയിൽ അത് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു സാധ്യതയും കൂടി അവിടെ വേണ്ടേ? അതിന് പുഴ കനിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ദൗത്യം വീണ്ടും നീണ്ടു പോവുകയല്ലേ ഉള്ളൂ. നമ്മുടെ ഒരു സഹോദരന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളെ കാത്തിരിപ്പാണ് എന്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്, വലിയ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം നമ്മൾ അത് ഇന്നാവുന്നു നാളെ ആകുന്നു, ദൗത്യങ്ങൾ ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പ്രകൃതിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റുന്നത്. ഞാൻ ഒരു ഇൻസിഡന്റ് പറയുകയാണ്. നമ്മള് ആറന്മുള വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് ഒരു വള്ളം വരുന്ന സമയത്ത് വള്ളം മറിഞ്ഞ് 2 പേരും മിസ്സായി. അപ്പൊ ഞാൻ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമിന്റെ നമ്മുടെ നീണ്ടരയിലെ പോർട്ട് ഡിപ്പാർട്ട്മെന്റിലെ സ്കൂബ ഡൈവറും കൂടെയാണ്. അപ്പൊ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കഴിഞ്ഞാൽ ഇതേപോലെ അതിശക്തമായ പമ്പയാറ്റുന്ന വെള്ളം വരുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ഞങ്ങള് ഒരു 1-2 പ്രാവശ്യം ഡൈവ് ചെയ്യാൻ ഇറങ്ങിയിട്ട് പോലും ഞങ്ങൾ മീറ്ററോളം ദൂരെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്തിന് ആ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം ഞങ്ങൾ അത് മാറ്റിയിട്ട് നമ്മളത് ചെയ്തു കഴിഞ്ഞ് 2 ദിവസം ഡൈവ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കണ്ടെത്താനായി. പക്ഷെ 3ാമത്തെ ദിവസം ചെങ്ങന്നൂരിൽ നിന്നാണ് അവരുടെ ബോഡി നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയത്. അപ്പൊ അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് അത് പോയിട്ടുണ്ടെന്നുള്ള കാര്യം ഈ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം. അതിശക്തമായ ഒഴുക്ക് നമുക്ക് മുകളിൽ തന്നെ കാണാൻ പറ്റും. പക്ഷെ വെള്ളത്തിനടിയിലേക്ക് ചെല്ലുമ്പോൾ അതിൽ ഇപ്പൊ ഈ മേളിൽ കാണുന്നതിന്റെ ഇരട്ടിയാണ്. കാര്യം നമ്മളൊരു ഡിമാൻഡ് വാല്യൂ പോലത്തെ സാധനം നമ്മൾ ഓക്സിജൻ ഘടിപ്പിച്ചിട്ടാണ് പോകുന്നത്. അത് നമ്മൾ എത്രത്തോളം ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് ഓക്സിജൻ കിട്ടുന്നത്. അപ്പൊ ഇറങ്ങുന്നതും ഒരു മനുഷ്യൻ തന്നെയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു എക്യുപ്മെന്റ്സ് മാത്രം ഉണ്ടെന്നേ ഉള്ളൂ.
അപ്പൊ ഒഴുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. പിന്നെ അവിടുത്തെ വേലിയിറക്കങ്ങൾ നിരീക്ഷിക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു മഴ ഇങ്ങനെ ശക്തമായി തുടരെ തുടരെ ഇങ്ങനെ പെയ്യുന്നിടത്തോളം കാലം നീരൊഴുക്ക് ഇങ്ങനെ കൂടി വരികയാണ്. ഒരു കാരണത്തിലും ഒരു ഘട്ടത്തിൽ പോലും നമുക്ക് നീരൊഴുക്കിന്റെ ഒരു സാധ്യത കുറയുന്നില്ല. അതൊരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് നമുക്ക് ഈ മുങ്ങൽ വിദഗ്ധർക്ക് എനിക്ക് എന്താ പറയാ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അവിടെ ഉള്ള ഒരു ആശങ്ക അത് ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ 3 തവണ അവർ ഇറങ്ങിയ ഒരു കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ രീതിയിൽ തന്നെ ആ പുഴയിലെ കാര്യങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഒരു 4ാമത് വീണ്ടും ഇറങ്ങുമ്പോൾ എന്ന് പറയുമ്പോൾ അതും വിജയകരമാകാനുള്ള ഒരു സാധ്യത അത് താങ്കൾ കാണുന്നുണ്ടോ? അതല്ല, എല്ലാ സാധ്യമായ കാര്യങ്ങളുമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മുള കൊണ്ടുവന്നിട്ട് ചെയ്യുന്ന ഒരു സംഭവം ഞാൻ കണ്ടത്. സംഭവം സാധാരണ എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെയുള്ള മണൽ വാരൽ സംഘങ്ങൾ ഇങ്ങനെ ഈ മുള കുത്തിയിട്ട്, അതായത് ചെറിയ ഒഴുക്കുകൾ ഈ പറയുന്ന 4 നോട്ട് 4 5 ഒക്കെ ആണെങ്കിൽ 5ന് താഴെയൊക്കെയുള്ള സംഭവ സ്ഥലത്തൊക്കെയാണ് ഈ മുള കുത്തി അതിന്റെ താഴെ പോയി മണ്ണ് വാരുകയും അല്ലെങ്കിൽ മറ്റു പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ട് ഈ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഡൈവിംഗ് ടീമിനകത്ത് തന്നെ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്, എക്സ്പെർട്ട് ഉണ്ട്. അപ്പം ഇത്രയും ശക്തമായ ഒരു ഒഴുക്കില് മുള കുത്തി നിർത്തി താഴേക്ക് പോകുന്ന കാര്യം പോസിബിൾ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം എന്താ വെച്ചാൽ മുളയാണെങ്കിൽ നമുക്ക് നേരെ താഴെ പോകും. അതേപോലെ തന്നെയാണ് നമ്മൾ ഇപ്പം ഒരു 60-70 കിലോ ഉള്ള ആള് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഡൈവിങ്ങിന്റെ ഫുൾ എക്യുപ്മെന്റ്സ് ഒക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ അത്രത്തോളം വെയിറ്റ് ഈ മുള എങ്ങനെ താങ്ങുമെന്നോ ഇല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യാൻ വൈബ്രേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കുറെ വെല്ലുവിളികളുണ്ട്. പക്ഷെ എങ്കിലും സാധ്യമായ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു നോക്കുന്നതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാര്യം എത്രത്തോളമായി നമ്മൾ എത്ര നാളായി നമ്മൾ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരുടെ വീട്ടുകാരുടെ വേദനയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് നമ്മളൊക്കെ അങ്ങനെ ഒരു കാര്യം ചെയ്തു നോക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും എന്താ പറയുക, ഇപ്പം എനിക്ക് തോന്നുന്നു ഒഫീഷ്യലായിട്ട് പോലും അവർക്ക് അനുമതി ഇല്ലാതെയാണ് MLA ഒരു ഗ്യാരണ്ടിയിലൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയാൻ കഴിഞ്ഞത്. എങ്കിൽ പോലും അവര് അത്രത്തോളം റിസ്ക് എടുത്ത് പ്രാദേശികമായിട്ടുള്ള ഈ 100-ലധികം ഇല്ലെങ്കിൽ 1000-ലധികം റെസ്ക്യൂസ് ഒക്കെ ചെയ്തിട്ടുള്ള ടീമാണെന്ന് മാധ്യമങ്ങളിലൂടെ അറിയാൻ പറ്റി. എങ്കിലും നമുക്ക് ഇന്ന് തന്നെ ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്നതിന് മുന്നേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായും അത് ചെയ്തെടുക്കട്ടെ എന്നാണ് ഞാനും പ്രത്യാശിക്കുന്നത്.